ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. വാഴയുടെ കാമ്പ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള കാമ്പ് തോരനാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു അധികം മൂക്കാത്ത കാമ്പിൻ്റെ കഷ്ണം നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ചെറുതായി പീസാക്കിയിട്ട് നമുക്കത് മുറിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതിൽ ഒരു അരക്കപ്പ് തേങ്ങ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സവാളയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഉള്ളതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതുപോലെ തന്നെ ഒരു 5-10 വെളുത്തുള്ളിയും കൂടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് ഞാൻ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കാൻ പാടില്ല, ചതച്ചെടുത്താൽ മതി. ഇനി അതും മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർക്കാം. കടുക് ഇട്ടിട്ട് ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതേപോലെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 കായ്മുളക് ഇതുപോലെ മുറിച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കാമ്പ് മൊത്തമായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും നമ്മൾക്ക് ചേർക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് മുറിച്ചിട്ട് അതും കൂടി ചേർക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. എരിവ് തീരെ ഇല്ലാത്ത പച്ചമുളകുകളാണെങ്കിൽ ഒരു 4-5 നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും കുക്ക് ചെയ്യണം. മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.